ആമേൻ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. I the Lord will make everything happen at a right time. ആമേൻ. ഞാൻ മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കടന്നു വരുന്നുണ്ട്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 60:22 I the Lord will make everything happen at a right time. ഞാൻ ആമേൻ സകലതും റൈറ്റ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ആമേൻ ആ വചനത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ചെറിയവൻ മഹാജാതിയുമായിരിക്കും യഹോവയായ ഞാൻ തക്ക സമയത്ത് ആമേൻ. യഹോവയായ ദൈവം പ്രവർത്തിക്കുന്നത് തക്ക സമയത്ത്. അത് ഏർലിയുമല്ല, അത് പിന്നെയോ ലേറ്റുമല്ല, തക്ക സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ. ദൈവം നമ്മൾ മുങ്ങിപ്പോയുന്ന അവസ്ഥകൾ വരുമ്പോൾ, നമ്മൾ നഷ്ടപ്പെട്ടു പോയുന്ന അവസ്ഥകൾ വരുമ്പോൾ, നമ്മുടെ മുന്നിലുള്ളവരാരും നമ്മളെ ഒന്നും ചെയ്തു വിചാരിക്കുമ്പോഴും, ദൈവം ഒരു ഭാവിക്ക് വേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടുന്നില്ലെങ്കിലും, ആമേൻ, തലമുറകൾക്ക് വേണ്ടി വഴികൾ തുറക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഒരു കാര്യം പറയത്തുള്ളൂ, ദൈവം അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതെന്ന് ഇന്ന് മറന്നു പോകല്ല. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ആമേൻ. അവൻ ഒരിക്കലും വാക്ക് മറന്നു പോകുകയില്ല. അവൻ വാക്ക് മാറാത്ത ദൈവമാ. അവൻ നമ്മൾ ഒരു നാൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാ. നമ്മൾ ഒരു നാളും കൈവിടാത്ത ദൈവമാ. ഈ ദിവസങ്ങൾ തക്ക സമയത്തിന് വേണ്ടി അവൻ തക്ക സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി വഴികളെ ദൈവം ഒരുക്കി തരി തന്നെ ചെയ്യും. ആമേൻ. നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി അയക്കുക തന്നെ ചെയ്യും. മുന്നിലുള്ള കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. വചനം പറയുന്ന തക്ക സമയം. ആമേൻ. അതിന് ദൈവത്തിന്റെ സമയത്തിന് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവ സമയമാകുമ്പോൾ, കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ അത് ഭംഗിയായി നടക്കപ്പെടും. ആമേൻ. അത് അനുഗ്രഹിക്കപ്പെടും. it will be, amen, it will be a blessing for us in name of Jesus. Amen. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ആമേൻ. മനുഷ്യന്റെ സമയമല്ല ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. ആമേൻ. ലോകത്തിലെ സമയമല്ല ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. ആമേൻ. സ്വർഗത്തിലെ സമയം വേറെയാ, ദൈവത്തിന്റെ സമയം വേറെയാ, ലോകത്തിലെ സമയം വേറെയാ, മനുഷ്യന്റെ സമയങ്ങൾ വേറെയാകുമ്പോൾ അവൻ നമ്മൾ എവിടെ പൊട്ടിയിരിക്കുന്നു, നമ്മൾ എവിടെ ബ്രോക്ക് ആയിരിക്കുന്നു, there he will work for us. Amen. In name of Jesus. എവിടെ നമ്മൾ ബ്രോക്ക് ആയിരിക്കുന്നു അവിടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന പറയുന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്നത്. ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കുന്നവൻ. ആമേൻ. ആമേൻ. ഒരു അപകടം വരുമ്പോൾ, ആമേൻ, ലോകത്തിലെ മനുഷ്യര്, ആമേൻ, അധികാരികൾ, ആമേൻ, ലേറ്റ് ആക്കുക, റെസ്ക്യൂ ഓപ്പറേഷനുകൾ ലേറ്റ് ആക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ ഭക്തന്മാരെയും തന്റെ ജനത്തെ സേവിക്കുക, ആമേൻ, സേവ് ചെയ്യുവാൻ വേണ്ടി അവൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കലും ഡിലേ ചെയ്യത്തില്ല. ദൈവ തക്ക സമയത്ത് തന്റെ ഭക്തന്മാരെയും തന്റെ ജനത്തെയും വിടുവിച്ചെടുക്കുന്നത്. ഒരിക്കലും ഞാൻ ആക്സിന്റെ പുസ്തകം 27-ാം അധ്യായം എന്റെ ചർച്ച വിഷയം, എന്റെ സബ്ജക്ട് തന്നെയാണ്. ആക്സിന്റെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആക്സിന്റെ പുസ്തകം 27-ാം അധ്യായം. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമോ എന്ന് ഉള്ള ആശ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഇന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യം? എനിക്കറിയത്തില്ല എന്തിനാ കണക്ട് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഉള്ളിൽ വന്നൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. That God says where you feel darkness, there God will send the light in name of Jesus. Amen. ഇരുട്ടുള്ളിടത്ത് ദൈവം വെളിച്ചത്തെ അയക്കും. ആമേൻ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവത്തിൽ കൂടെ പൗലോസും ആമേൻ തന്റെ ക്രൂ മെമ്പേഴ്സും കടന്നു പോകുമ്പോൾ, ആമേൻ,
ദൈവം ഇരുട്ടിന്റെ അനുഭവം വരുമ്പോൾ, അവിടെ ഒരു വെളിച്ചം വരാതിരിക്കുമ്പോഴും സ്വർഗത്തിലെ യഹോവയായ ദൈവം, അത് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തവനെ അവനെ മുക്കിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ആമേൻ. വാഗ്ദത്തമുള്ളവനെ മുക്കിക്കളയുവാൻ ഈ ലോകത്തിൽ അന്ധകാരത്തിന് പറ്റുകയില്ല. വാഗ്ദത്തമുള്ളവനെ ഈ വെട്ടിക്കളയുവാൻ ഈ ലോകത്തിൽ അന്ധകാരത്തിന് പറ്റുകയില്ല. വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടത്തുവാനല്ല ദൈവം വിളിച്ചത്, അവനെ പുറത്തു കൊണ്ടുവരുവാനാ. വാഗ്ദത്തമുള്ളവനെ അവൻ വധിച്ചു കളയുവാനല്ല ദൈവം അവനെ വിളിച്ചത്. പിന്നെയോ അവൻ ജനത്തിന്റെ മുന്നിൽ അവൻ ദൈവത്തിന്റെ വചനത്തെ ഘോഷിക്കുവാനാ. വാഗ്ദത്തമുള്ളവന് പുറത്തു വരും തന്നെ ചെയ്യുക. ഈ ദോഷങ്ങൾ നിന്നെ മുക്കിക്കളയുവാന്, മുക്കിക്കളയുന്ന അനുഭവങ്ങൾ വരുമ്പോഴും, ഇരുട്ടിന്റെ അനുഭവങ്ങൾ വരുമ്പോഴും ദൈവം പറയുന്നു, ഞാൻ നിന്നെ മുക്കിക്കളയുവാൻ അനുവദിക്കാത്ത ദൈവമാ. നിന്നെ ഞാൻ സേവ് ചെയ്യാൻ, നിന്നെ ഞാൻ വിടുവിച്ചെടുക്കും. He is the Lord of God. He is a God who promised us that I'll save you. Amen. വാക്യം മുഴുവൻ ഒന്ന് വായിച്ചാട്ടെ, 20 താഴോട്ടൊന്ന് വായിച്ചാട്ടെ. ആമേൻ. സൂര്യനോ നക്ഷത്രത്തെ കാണുന്നില്ല, വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കാൻ. വല്ലാത്ത കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലും ഇത് അനുഭവം. ആമേൻ. ഈ സൂര്യനും കാണുന്നില്ല, നക്ഷത്രം കാണുന്നില്ല, ചന്ദ്രനും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇരുട്ടാണ്. ആമേൻ. ഈ ഇരുട്ടിന്റെ ഇടയ്ക്കും ഈ ഇരുട്ടിന്റെ അകത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ആമേന. ഇരുട്ടിന്റെ അകത്ത് കൂടെ കടന്നു പോകുമ്പോൾ അത് വേറൊരു അനുഭവം. ആമേന. ഈ ഇരുട്ടിന്റെ അകത്തും പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്, അത് സ്വർഗത്തിന്റെ കരമാ. ആമേന. എത്ര പേർക്ക് അത് പറയാൻ പറ്റുമോ? എന്റെ ജീവിതത്തില് കഴിഞ്ഞാളുകൾ ഞാൻ ഇരുട്ടിൽ കൂടെ കടന്നു പോയപ്പോഴും നക്ഷത്രം കണ്ടില്ല, സൂര്യനെ കണ്ടില്ല, പക്ഷെ അതിൽ നിന്ന് ഇടയ്ക്ക് എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. ഇന്ന് എത്ര പേർക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും? അപ്പൊ യാത്ര ചെയ്യുവോര് ഒരു യാത്രയിലായിരിക്കുന്നു. തന്റെ ദേമാമേന്റെ കർത്താമാമേന്റെ ഒരു ഭക്തൻ പൗലോസ് യാത്രയില്ല. ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഈ കൊടുങ്കാറ്റുകൾ വരുന്നത്. ഒരാൾ മറീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ആ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. നാവിഗേഷൻ സിസ്റ്റം എല്ലാം ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങും എത്താൻ പറ്റാത്തൊരു അനുഭവം. നമ്മുടെ ജീവിതത്തിലും പല നാളുകളും നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം അടിച്ചു പോയിട്ടുണ്ട്. ആമേന. എങ്ങും എത്താൻ പറ്റാത്തൊരു അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നിട്ടുണ്ട്. ആമേന. മുന്നിൽ കരയും കാണുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല, എന്തുവാ വെള്ളത്തിന്റെ മധ്യയിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പക്ഷെ പൗലോസിന് മുന്നോട്ടൊരു വാക്യം വായിക്കുമ്പോൾ അതിലെ 23 24 വാക്യം ഒരു വായിക്കുമ്പോൾ ഒന്ന് വായിച്ചോട്ടെ. 23 എന്റെ ഉടയവനും എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. മനസ്സിലാക്കി കാണാം. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഉള്ളുമ്പോൾ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ചു. ആമേൻ. എന്തോ പറയുന്നത്? എന്റെ അടുക്കൽ നിന്നും പൗലോസേ ഭയപ്പെടരുത്. എന്താ പറയുന്നത്? ഭയപ്പെടരുത്. ആര് ഭയപ്പെടേണ്ട? പൗലോസേ നീ ഭയപ്പെടേണ്ട. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം ദാനം നൽകിയിരിക്കുന്നു. ആമേന. ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും ദൈവം ദാനമായി തന്നിരിക്കുന്നു. ആമേന. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ? ആമേൻ. യാത്രയ്ക്കകത്ത് നേരിടുന്ന പ്രശ്നങ്ങളാ ഈ വചനം മുഴുവനും പറയുന്നത്. ഒരു യാത്ര തിരിച്ചപ്പോൾ, ആ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ, നാവിഗേഷൻ ഒന്നും നഷ്ടപ്പെട്ടപ്പോൾ, ഒന്നും കാണാതിരിക്കുമ്പോൾ, ഇരുട്ടിൽ സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല. ആ സമയത്ത്
അവൻ പറയുന്നത് ഞാൻ സേവിക്കുന്ന ദൈവം. ആമേൻ. ആരെ അവൻ ആശ്രയിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ലോകത്തിലെ മനുഷ്യന്റെ പ്രമാണികളുടെ പേരുകളല്ല എടുക്കുന്നത്. അവൻ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഇന്ന് പകൽ ഏത് പ്രതിസന്ധികളുടെ മധ്യയിലായാലും നിന്റെ നാവിന് പുറപ്പെടുന്ന വാക്കിലായിരിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവം. അവൻ തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിക്കുക തന്നെ ചെയ്യുമെന്നല്ല. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവിടെ ദൂതനെ അയക്കുന്നു. ആമേൻ. ദൂതനെ അയച്ചിട്ട് പറയുന്നു, പൗലോസേ നീ ഭയപ്പെടണ്ട. ഈ ശബ്ദം നമ്മളിൽ എത്ര പേര് ഈ കാതിൽ കേട്ടിട്ടുണ്ട്? ഈ ശബ്ദം നമ്മളോട് എത്ര പേരോട് ഈ ശബ്ദം നമ്മൾ ആമേൻ സംസാരിച്ചിട്ടുണ്ട്? ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ നീ എത്ര അപകടങ്ങളിലായാലും എത്ര പ്രതിസന്ധികളായാലും ഈ ശബ്ദം നിന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് ആമേൻ ചില പദ്ധതികളുണ്ട്. അപ്പൊ ദൂതൻ കറക്റ്റ് ആയിട്ട് പറയോ, ഭയപ്പെടേണ്ട. ആമേൻ. ആറ് ദൂതന? സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ വന്ന് തന്റെ ഭക്ത പൗലോസിനോട് പറയാ, ഭയപ്പെടേണ്ട. ഇന്ന് പകൽ എനിക്കും പറയുവാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഭയപ്പെടരുത്. ആമേന. എന്ത് സംഭവിച്ചാലും ഭയപ്പെട്ടു പോകരുത്. ആമേന. ആമേ. കൂടെ ദൈവം ഒരാളെ തന്നിട്ടുണ്ടെങ്കിൽ, കൂടെ ക്രൂ മെമ്പേഴ്സിനെ തന്നിട്ടുണ്ടെങ്കിൽ, കൂടെ യാത്ര ചെയ്യുന്നത് ദൈവം അനുവദിച്ചിട്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേന. പ്രതിസന്ധികൾ വരുമ, കൊടുങ്കാറ്റുകൾ അടിക്കുമ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആമേ, don't be afraid in name of Jesus. You don't need to be afraid of anything. You don't need to be afraid of storms. You don't need to be afraid of anything which comes against you. In name of Jesus, God is with you. Hallelujah. Who is with you? God is with you. परमेश्वर आपके साथ है. ഇവിടെ ഈ ശബ്ദം അവൻ കേട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം അവൻ പതറിപ്പോയേനെ. ആമേൻ. പതറിപ്പോയേനെ. ആമേൻ. പതറി പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ തിരിച്ച യാത്ര ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഈ ദിവസങ്ങൾ ചിലവർ യാത്ര തിരിച്ചിട്ടുണ്ടെങ്കിൽ, ചിലവർ യാത്രയിലാകില്ല, അതിന്റെ യാത്രയുടെ വെള്ളത്തിന്റെ മധ്യയിലെങ്കിലും നിന്നെ ഡെസ്റ്റിനേഷൻ എത്തിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി വാഴ്ത്തുന്നുണ്ടെങ്കിൽ നീ അവിടെ തുറമുറത്ത് എത്തു തന്നെ ചെയ്യുമോ? In name of Jesus, you will reach to the land where God have promised you. പക്ഷെ വിശ്വസിക്കണം. ഒരു ഷിപ്പ് മുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ഭാഗം പുറവശത്ത് നിന്നെല്ലാം മുങ്ങി സിങ്കായി പോകും. ആമേന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പെട്ടെന്ന് മുങ്ങുന്ന സംഭവമല്ലേ ഷിപ്പ്. ആമേന. ഷിപ്പിന് മുങ്ങാൻ ടൈം എടുക്കും. ആമേന. ഇതിൽ ഉള്ളവരെ രക്ഷപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? വെള്ളത്തിന്റെ നടുവില്ല. പക്ഷെ ഇവിടെ ഒരു മാനുഷ്യ ശക്തികൾക്കോ മാനുഷ്യ കരങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ആമേൻ. മാനുഷ്യ കരങ്ങൾക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ചെയ്യാൻ ഇരിക്കാതെ പറ്റുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ദൈവത്തിന്റെ കരം ചലിക്കപ്പെടും. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. മാനുഷ്യമായിട്ട് കരങ്ങള് ആമേൻ അവിടെ ഹെൽപ്ലെസ് ആകുമ്പോൾ ദൈവത്തിന്റെ കരം നിന്നെ താങ്ങു തന്നെ ചെയ്യുമോ? ഇന്ന് പകല് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നെന്ന് ആമേൻ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ പറയുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ നീ ഭയപ്പെട്ടു പോകുവാനല്ല ദൈവം ആമേൻ ആഗ്രഹിക്കുന്നത്. നീ ഏത് കാറ്റും വന്നോട്ടെ, ഏത് കൊടുങ്കാറ്റുകൾ വന്നോട്ടെ, എത്ര വലിയ തിരമാലകൾ അടിച്ചോട്ടെ, യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ ആ തിരമാലകള് അതിനെ ദൈവം യേശു ആമേൻ, he will rebuke all those storms in name of Jesus. He will rebuke. പൗലോസിനോട് പറഞ്ഞിട്ട് പൗലോസ് നമ്മളാക്കി ആയിരുന്നെങ്കിൽ കർത്താവ് വന്നിട്ട് ഈ ശബ്ദം സ്വർഗത്തിലെ ദൂതൻ നമ്മളോട് വന്ന് പറയുവാങ്ങില്ല. നമ്മൾ എത്ര പേര്, ഞാൻ ചോദിക്കും, എത്ര പേര് ഈ ദൂതന്മാരുടെ ശബ്ദം കേട്ടിട്ടുണ്ട്? എത്ര പേര് ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്? നമ്മൾ ബന്ധിക്കോസായിരുന്നു.
നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയും ഇരുട്ടിന്റെ അനുഭവം വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇരുട്ടിന്റെ അനുഭവം വരുമ്പോൾ നമ്മൾ പതറി പോകാനുള്ള കാരണം, ആ പതറി പോകുക, ആ ഇരുട്ടിന്റെ അനുഭവം വരുമ്പോൾ എത്ര പേര് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം തന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട്? ചെവിയുടെ അകത്ത് ഒരു മാമേൻ ഒരു വാക്ക് മുഴുങ്ങട്ടെ. ആമേൻ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ താങ്ങ് തന്നെ ചെയ്യും, നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരും തന്നെ ചെയ്യും. നിന്നെ മുക്കി കളയുവാനോ നിന്നെ തകർത്ത് കളയുവാനോ ആമേൻ ഞാൻ അനുവദിക്കത്തില്ല. നിന്റെ കൂടെയുള്ളവരുടെ മുന്നിൽ ഞാൻ നിന്നെ മാനിക്ക് തന്നെ ചെയ്യും. ഞാൻ ആരെന്ന് നിന്റെ മുന്നിലുള്ളവർക്ക് ഞാൻ വെളിപ്പെടുത്തു തന്നെ ചെയ്യും. ആമേൻ. മുന്നോട്ടൊക്കെ വായിക്കുമ്പോൾ 276 പേര് ആ ബോർഡിന്റെ അകത്തുണ്ടായിരുന്നു, ഷിപ്പിന്റെ അകത്ത്. ആമേൻ. തപ്പണ്ട, അതിന്റെ 37 വാക്യം ഒന്ന് വായിച്ചട്ടെ. 27:37 തന്നെ. All together there were 276 of us on board, including Paul. ആമേൻ. പോളിനോട് ചേർത്തിടാ പറഞ്ഞേക്കുന്ന 276 പേര് ആ ഷിപ്പിന്റെ അകത്തുണ്ടായിരുന്നു. നമ്മള് പൗലോസെ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ശബ്ദമാ, നീ ഭയപ്പെടേണ്ട എന്ന്. നിന്നെ നിർത്തുന്ന ഒരു ശബ്ദമാ, നീ ഭയപ്പെടേണ്ട എന്ന്. ആമേൻ. നീ വെറുതെ അല്ല ഒരു ദൈവമാ, നീ നമ്മൾ സേവിക്കുന്ന ദൈവം ആമേൻ ജീവനുള്ള ദൈവം. ആമേൻ. അവന്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ഒരുവനാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. എത്ര പേർക്ക് അത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ. ദൈവത്തിന് ആമേൻ ആമേൻ അവര് ആഹാരം പോലെ ആമേൻ. അതില് 36 വാക്യത്തില് ഇങ്ങനെ പറയുന്നു, they were all encouraged and ate some food themselves. ആമേൻ. അതിന്റെ 35 വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുകയും ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഷിപ്പ് മുങ്ങുക, അവസ്ഥ കാറ്റുകൾ അടിക്കുന്നു. അമ്മേന് ദിവസങ്ങളായിട്ട് അവർ ആഹാരം കഴിച്ചിട്ടില്ല. അന്നേരം പൗലോസ് എന്ത് ചെയ്യുന്നത്? ആ ഒരു അപ്പം എടുത്തിട്ട് ആമേൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്ത് പൗലോസ് അത് കഴിക്കുമ്പോൾ അതിന് മുഖാന്തരം മറ്റുള്ളവർക്കും ധൈര്യം പകരപ്പെടുക. എത്ര പേർക്ക് ആമേൻ അപ്പത്തെ വാഴ്ത്തി മുറുക്കി എന്ന് നമ്മൾ ഏത് ലോർഡ് സപ്പറിൽ വായിക്കുമ്പോൾ ഇവിടെ ഒരു അപ്പത്തെ ആമേൻ മുറുക്കി വാഴ്ത്തും. ആമേന. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കൂടെ ഉള്ളവർക്ക് ധൈര്യം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ദൈവദാസൻ ആ ഷിപ്പിന്റെ അകത്തുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ പൈതൽ ഷിപ്പിന്റെ അകത്തുണ്ടെങ്കിൽ, ഒരു നീതിമാൻ അതിന്റെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും ഭയപ്പെടാൻ വരത്തില്ല. ആമേന. അവർക്കൊരു സ്ട്രോങ് നമ്മള്, അവർക്കൊരു സ്ട്രെങ്ത് നമ്മള്, അവർക്കൊരു കറേജ് നമ്മള്. അവർ എന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കൂടെ ഉള്ളവന് ധൈര്യമില്ലെങ്കിലും, കൂടെ ഉള്ളവൻ ഉയർക്കാൻ എണ്ണിച്ച് നടക്കാൻ പറ്റത്തില്ലെങ്കിലും, ഈ ദോഷങ്ങള് നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, അത് മറ്റുള്ളവരിൽ പകരപ്പെടുമ്പോൾ അവർ ആമേൻ ധൈര്യത്തോടെ ആയിരിക്കുവാൻ ഈ ദോഷങ്ങളിടയാവും. വചനം ഉറപ്പിക്കണം. അതിനെ ഞാൻ ആദ്യം പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? കാരണം ആമേൻ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, പത്രോസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഇരുട്ടിന്റെ അനുഭവം അവിടെ ഒരിക്കലും ഒരു വെളിച്ചം അവിടെ പ്രകാശിക്കപ്പെടുന്നില്ല. ആമേൻ ഒന്നും കാണാത്ത രീതിയിൽ ഒന്നും ആമേൻ ഒരു അവസ്ഥയിൽ കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആമേൻ ആർക്കും വേണ്ടി ഒരു ദൂത് ആമേന നമ്മൾ ഈ ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടന്ന് ആർക്കും ആ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് മുഴുവൻ സൈഡ് ഇരുട്ടായിട്ട് ആമേൻ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ആമേൻ ഈ ദോഷങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ അതിന്റെ മധ്യയിലെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് ആമേൻ നീ ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം നമ്മുടെ കാലുകൾ മുഴുവാനിടയാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടക്കുന്നവരാണ്. ആമേൻ.
വഴികളെല്ലാം ബ്ലോക്ക്ഡ്. ആമേൻ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവം. ആമേ കൂടെ ഉള്ളവർ ആരിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. ആമേൻ. സഹായിപ്പാൻ ആരെല്ലാം ഉണ്ടോ? ഇല്ല. ആമേ വിടിവിപ്പാൻ ആരെല്ലാം ഉണ്ടോ? ഇല്ല. മാനുഷ്യ ശബ്ദത്തിന് മുന്നിൽ അവന് കൈ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആമേ മാനുഷ്യ ശബ്ദം അവനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ പറയുമ്പോൾ, മാനുഷ്യ ശബ്ദം അവനെ തകർത്ത് കളയുവാൻ പറയുമ്പോൾ ഇല്ല. ദൈവത്തിന് ചിലവരെ വിടിവിക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് കാരണമാകണമെന്ന് ദൈവത്തിന് ഇതുണ്ടെങ്കിൽ, ഈ ദോഷങ്ങൾ ചിലവരെ ദൈവം വിടുവിച്ച് ആമേ പുറത്ത് കൊണ്ടുവരുന്ന ദോഷങ്ങൾ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കുന്നതാണ് കരങ്ങൾ എന്നെ വിടുവിച്ചെടുക്കുവാൻ ദൈവശക്തനാ. എന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ, ഇരുട്ടിന്റെ അനുഭവത്തിലോ ശബ്ദം എന്റെ കാലുകളിൽ ചുമ്മാ മുഴുകണ്ട. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രേമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ കാതുകളിൽ ഈ ദോഷങ്ങൾ ദൈവത്തിന്റെ ശബ്ദം മുഴുകുന്നുണ്ട്. വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം ആരും വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. എത്ര വലിയ ത്രെഡ് ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ഭീതികളുള്ള സ്റ്റോമുകളായിക്കൊള്ളട്ടെ, ആ സ്റ്റോമുകൾ കാണുമ്പോൾ നമ്മളെ തകർന്നു പോയി എന്ന് ഒരു നിമിഷം നമ്മൾ വിചാരിക്കുമ്പോൾ ഇല്ല. നീ എവിടെ വിചാരിക്കുന്നു തകർന്നു പോയെന്ന്? നീ എവിടെ വിചാരിക്കുന്നു നിന്റെ അവസാനിച്ചെന്ന്? അവിടുന്ന് നിന്റെ ആരംഭമാ. It's a beginning from where you stop thinking. It's a beginning where you think that it's end. It's an God is saying me this way. Amen. The people those are thinking that now this is end for me, God is saying to them, it's a clear prophecy to the people. Now the time hasn't yet come. Hallelujah. You may think that it's end, but God is going to begin from there. In the name of Jesus. It's a prophecy message to the people. It's a prophecy message to the people those who have gathered here in the name of Jesus. Amen. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. പൗലോസിനെ വേണമെങ്കിൽ മുക്കിക്കളയാം. പൗലോസിന് വേണമെങ്കിൽ പൗലോസിന്റെ കൂടെയുള്ള അവരെല്ലാം ചേർത്ത് 276 പേര് ആ ബോട്ടിലുണ്ടായിരുന്നു. അവരെ തകർത്ത് കളയാമായിരുന്നു. ചിലവരെ ഡെസ്റ്റിനേഷൻ എത്തിക്കാത്ത രീതിയിൽ ശത്രു പോരാടുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഡെസ്റ്റിനേഷൻ എത്തിക്കത്തില്ല എന്ന്, നിന്നെ അവിടെ എത്തിക്കത്തില്ല, നീ അവിടെ പോയി നിൽക്കത്തില്ല. ആമേൻ എന്ന് വാദിക്കുന്നവന്റെ മുന്നിൽ സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കും. അതിനാ തക്ക സമയം എന്ന് പറയുന്നത്. ആമേൻ. ഷിപ്പുകൾ മുങ്ങാൻ തുടങ്ങിക്കോട്ടെ, വെള്ളം കേറിക്കോട്ടെ, പക്ഷെ നിന്നെ സർവൈവ് ചെയ്യുവാൻ നിന്നെ ജീവനോട് വെക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ you will survive in name of Jesus. No one can destroy you, no one can harm you, because as long as God is with you in name of Jesus. സ്വർഗ്ഗത്തിലെ ദൈവം കൂടെയുള്ള കാലം വരെ നിന്നെ ആർക്കും തൊടുവാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കാറ്റുകൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. വേണ്ട, കാറ്റുകൾ വന്നോട്ടെ, പക്ഷെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു അനുഭവം ഉണ്ട്, ഒരു വിശ്വാസത്തോട് നമ്മൾ പറയുക, സ്വർഗമേ യേശുവിന്റെ നാമത്തിൽ എന്റെ എതിരായി വരുന്ന സകല സ്റ്റോമുകളെയും ഇന്ന് പകല് ഞാൻ ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അതിനെ ജയിക്കാം. ആമേ. ചില സമയങ്ങള് നമ്മുടെ വിശ്വാസങ്ങൾ അസ്തമിക്കുമ്പോൾ, ആമേ, ചില സമയങ്ങള് നമ്മുടെ പ്രത്യാശകൾ അസ്തമിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിശ്വാസത്തിന്റെ ടെസ്റ്റ് ദൈവം നടത്തുമ്പോൾ നീ പരാജയപ്പെട്ടു പോകുക ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കാറ്റ് വന്നപ്പോൾ അവന്റെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്തത്. ആ കാറ്റ് വന്നപ്പോൾ വിശ്വാസത്തിന്റെ മുന്നിൽ അവൻ എത്രമാത്രം ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം സ്വർഗത്തിലെ ദൈവത്തിന് അറിയണമായിരുന്നു. ആമേൻ. പക്ഷെ ആ കാറ്റിന്റെ മുന്നിൽ നീ വിശ്വാസത്തോടെ ഈ വചനത്തെ മുറുകെ പിടിച്ച്, വാക്യങ്ങളെ മുറുകെ പിടിച്ച്, പ്രാർത്ഥന മുറുകെ പിടിച്ച് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, do not be afraid in the name of Jesus. God will redeem you. God will deliver you. God will heal you. God will take care of you in the name of Jesus. Hallelujah.
Let the world say that you will not reach to the destination, but God is saying God is going to rewrite the judgment, but God is saying clearly that you will reach the destination because I have a plan for you. Amen. എനിക്ക് നിന്റെ പദ്ധതികളുണ്ട്. നീ എത്തും തന്നെ ചെയ്യും. എനിക്ക് നിന്നെ അവിടെ എത്തിക്കണം. ആമേൻ. നീ എത്തത്തില്ല എന്ന് വാദിക്കുമ്പോൾ ഞാൻ എന്റെ കരം നിന്നോട് കൂടെ ഇരുന്ന് ആമേൻ ഏത് സ്ഥലത്ത് നിന്നെ ആക്കണോ അവിടെ തന്നെ എന്റെ ഹിതപ്രകാരം എന്റെ പദ്ധതി പ്രകാരം നീ യാത്ര തിരിച്ചെങ്കിൽ it's my responsibility that you should reach to the place where I am willing to send you. It's my responsibility. You don't need to worry about anything. ദൈവം പറഞ്ഞിട്ടൊരു യാത്ര തിരിക്കുവാങ്കിൽ അതിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഭയപ്പെടേണ്ട. ദൈവം തക്ക സമയത്ത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ ദൈവം എത്തിക്കുക തന്നെ ചെയ്യുക. കാരണം യാത്ര തുടങ്ങിയിട്ടില്ല ലോകത്തിലെ മനുഷ്യന്റെ വാക്കുകൾ കേട്ടല്ല, യാത്ര തുടങ്ങിയത് സഭയുടെ വാക്കുകൾ കേട്ടല്ല, യാത്ര തുടങ്ങിയത് ദേവദാസന്റെ വാക്ക് കേട്ടല്ല, യാത്ര തുടങ്ങിയത് കുടുംബത്തിലുള്ളവരുടെ വാക്ക് കേട്ടല്ല. പിന്നെയോ വാഗാമ യാത്ര തുടങ്ങിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേട്ട. ഈ ദിവസം സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേട്ട് കാൽച്ചുവടുകൾ വെക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ വാക്കുകളുടെ മുന്നിൽ നമ്മൾ വരെ കൽപ്പിക്കുന്നെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആമേ ഭയപ്പെടേണ്ട. ഭീതിയുടെ ആത്മാവല്ല നമ്മൾ വസിക്കുന്നത്. ആമേ എത്ര വലിയ ത്രെഡുകൾ വന്നാലും ഒരു പരിശുദ്ധാത്മ നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആമേ സ്ട്രെങ്തൻ ചെയ്യും. ആമേ ജോഷുവോട് സ്വർഗം പറഞ്ഞതുപോലെ ജോഷുവേ നീ ധൈര്യം ഉറപ്പുള്ളവനായി തീരുവീൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഈ ദൂതുകളെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ. ഞാൻ പ്രിപ്പയർഡ് അല്ല, but it's God is giving me. Amen. He wants to speak to us. Amen. He wants to connect with us in the name of Jesus. Amen. You may be in the worst situation of your life, but do not forget that God is with you. യേശുവേ അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം. Hallelujah.